ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ എന്നും കുക്കറി ചാനലല്ലേ. അപ്പോൾ ഇന്നൊരു ഹോം ടൂർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വീട് തന്നെയാണ്. നമ്മൾ മലപ്പുറം മുണ്ടുപറമ്പിലാണ് ലൊക്കേഷൻ വരുന്നത്. ഒരു അടിപൊളി വീടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി വീട് തന്നെയാണ് കേട്ടോ. ഇതാണ് മുൻവശത്തെ വ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗേറ്റ് വരുന്നത്. ഇൻഡസ്ട്രി വർക്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു വുഡ് ടച്ച് ഉണ്ട്. അപ്പോൾ ഇത്രയും സ്പേസസ് ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ അടിപൊളിയാണ്. ചെന്ന് കയറുന്ന സ്ഥലം തന്നെ ഈ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, ഇവിടെ നല്ല രീതിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടും ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാർ പോർച്ചിലേക്ക് താഴെ സൈഡിൽ കൂടെ ഒരു കോണി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടത്. അടിപൊളിയാണ് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ അതിലും ഭംഗിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വെട്ടലില്ലേ, അതിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് പോളിഷ് ചെയ്തിട്ട്, അപ്പോൾ അതും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഫിനിഷിങ്ങും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുതായിട്ടൊക്കെ പ്ലാന്റ്സൊക്കെ പോട്ടിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതുപോലെ തന്നെ കിണറും മുന്നിൽ തന്നെയുണ്ട്. നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വീട് തന്നെയാണിത് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഇൻ്റർലോക്കും കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു നമ്മുടെ മരത്തിൻ്റെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ടൈലും കാര്യങ്ങളും തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല വലിയ പീസാണ് ടൈലൊക്കെ. അപ്പോൾ അതാണ് ഫ്രണ്ട് ഡോർ. അപ്പോൾ ഫസ്റ്റായിട്ട് കയറി ചെല്ലുന്ന ആ സ്ഥലത്ത് തന്നെ ഇപ്പോൾ വിൻഡോ സീറ്റ് എല്ലായിടത്തും കാണുന്നതാണല്ലോ. അപ്പോൾ ഈ വീടിനുണ്ട് അങ്ങനെ. അതുപോലെ തന്നെ താഴത്തെ സാധനങ്ങളൊക്കെ വെക്കാനത് അതുപോലെ സ്പേസസും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫുള്ള് ജനാല കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിൻഡോസാണ് അധികം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീട് തന്നെ ഫുള്ള് നല്ല വെളിച്ചമാണ്. നമ്മൾ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ നന്നായിട്ട് വീട്ടിൽ സൂര്യപ്രകാശം എത്തുന്നുണ്ട്. എനിക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യം കേട്ടോ. വീട്ടിൽ വന്ന് നല്ല വെളിച്ചം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ആ ഒരു വീടിന് ഭംഗിയാണ്. പിന്നെ ഒരുപാട് ഇൻറ്റീരിയേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റിങ്സൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെയർ കേസും കാണാൻ നല്ല ഭംഗിയുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ അത്യാവശ്യം ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ആ ഡൈനിങ് ഏരിയൻ്റെ മുകൾ വശത്തായിട്ട് തന്നെ ഇത് ഇത്രയും ഓപ്പണാണ്. അപ്പോൾ മുകളിൽ നിന്നാൽ തന്നെ താഴോട്ട് നന്നായിട്ട് വ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ നിന്ന് തൊട്ട് ചാരി തന്നെയാണ് നമ്മുടെ കോർട്ട്യാർഡ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വീടുകൾക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതുപോലെ കോർട്ട്യാർഡൊക്കെ കാണാമല്ലോ. പിന്നെ നല്ല ഭംഗിയായിട്ട് തോന്നി. എല്ലാ ഒരു സ്പേസും അവിടെ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല. എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. ഒരു ഭാഗങ്ങളും കോർണറോ ഒന്നും വെറുതെ ആയിട്ടില്ല. ഒക്കെ നല്ല ഭംഗിയോട് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ആർക്കിടെക്റ്റ്. ഇത് 6 സീറ്റോട് കൂടിയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. അപ്പം ഈ വലിയ മാർബിൾ പീസ് ആയതുകൊണ്ട് തന്നെ ഒക്കെ നല്ല വൃത്തിയാക്കാനും എളുപ്പമാണ്, കാണാൻ അതിലും ഭംഗിയാണ്. അപ്പോൾ താഴെ 2 ബെഡ്റൂമാണുള്ളത്. പിന്നെ ഇതാ ഈ ഓഫീസ് ഏരിയ, അവിടെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ തന്നെയാണ് ടിവിയുടെ സ്പേസും കൊടുത്തിട്ടുള്ളത്. ഈ ഏരിയയിൽ കുഞ്ഞ് 2 ചെയറും കൊടുത്തിട്ടുണ്ട്. ഒരു ടീപ്പോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നന്നായിട്ട് സ്പേസൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയുണ്ട്. 2 പ്ലാന്റ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഏരിയയിൽ പിന്നെ ചെറിയ കുട്ടികളുടെ വീടാണ്, എന്നാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ എൻജിനീയറുടെ വീടാണ്. അതുപോലെ തന്നെ വൈഫും എൻജിനീയറാണ്, അവൾ സിവിലാണ്. അപ്പം ജോലിക്കാരാണെങ്കിലും അവരുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായി വലിയൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് കുറേ ഒരു ബെഡിൻ്റെ അവിടുത്തെ സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. കിങ് സൈസ് ബെഡാണ്, അതുകൊണ്ട് തന്നെ നല്ല കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ബെഡും കട്ടിലും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ബാത്റൂം ഇവിടെ ഈ ബെഡ്റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ആണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബെഡ്റൂമിൽ. നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബെഡ്റൂം. ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂം കൂടി നേരെ ഓപ്പോസിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വേറൊരു ബെഡ്റൂം കേട്ടോ. ഇപ്പോൾ കബോർഡും കാര്യങ്ങളും ഒക്കെ എല്ലാ റൂമിലും ഓരോ ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഈ 2 ബെഡ്റൂമിലും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. എല്ലാ വാതിലും കബോർഡും കാര്യങ്ങളൊക്കെ ഒരു വുഡ് ടച്ച് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം ഒരു കാണാൻ തന്നെ ഒരേ മാച്ചിങ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ബാത്റൂം വരുന്നത്. അപ്പോൾ നമ്മളെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 ബെഡ്റൂം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലോട്ടാണ്. മുകളിൽ ഒരു ബെഡ്റൂമുണ്ട്. അതുപോലെ ഇതാണ് സ്റ്റെയർ കേസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്റ്റെയർ കേസിൻ്റെ താഴെ തന്നെ അവിടെ ഒരു സ്റ്റഡി ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് വാഷ് ബേസിൻ്റെ ഏരിയ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഡൈനിങ് ഏരിയയിലുള്ള കാര്യങ്ങൾ. ഞാൻ മുമ്പ് എൻ്റെ കാക്കാൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്തിരുന്നു. അന്ന് അതിലും ഇപ്പോൾ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ കാണാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് സ്റ്റെയർ കേസിൻ്റെ ആ അടിവശം. അവിടെ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓഫീസ് സ്പേസ് എന്നും പറയാം. കുട്ടികൾക്ക് പഠിക്കാനിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അതുപോലെ തന്നെ അയണിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ആ ഒരു സ്ഥലം താഴെ ഭാഗം ഒന്നും വേസ്റ്റായി പോയിട്ടില്ല. ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരുപാട് കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ മുകളിലോട്ട് പോയാൽ ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടായിട്ട് തന്നെ നമ്മൾ മെയിൻ ഏരിയ കിച്ചണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കിച്ചൺ ഞാൻ ലാസ്റ്റായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കയറി പോകുന്നത് അപ്പോൾ ഇത് വുഡിൻ്റെ ടച്ച് വരുന്ന വുഡിൻ്റെ പീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെയർ കേസിനായിട്ട് ഒരുപാട് സ്ഥലം മുടങ്ങി പോയിട്ടില്ല. അതിന് താഴെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്തോണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം മുകളിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമാണുള്ളത്. അതുപോലെ തന്നെ കോമൺ ആയിട്ടൊരു ബാത്റൂമും കൂടി ഉണ്ട്. അപ്പം മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഡൈനിങ് ഏരിയൻ്റെ തൊട്ട് മുകളിലായിട്ട് ഓപ്പൺ സ്പേസ് ആണുള്ളത്. അപ്പോൾ അവിടെ നിന്നും കാണാം. ഇപ്പോൾ ഈ കോണയുടെ ആ ഭാഗത്ത് നിന്നാലും നമുക്ക് താഴോട്ട് നല്ല വ്യൂ ഉണ്ട്. ഞാൻ നേരത്തെ ഫസ്റ്റിലേ പറഞ്ഞു ഈ വീട്ടിൽ ഒരുപാട് സൺലൈറ്റ് വരാൻ ഒരുപാട് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ ഒരുപാട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓപ്പൺ ആയിട്ട്. അപ്പോൾ നന്നായിട്ട് വെളിച്ചം മുകളിൽ നിന്നും വരുന്നുണ്ട്, സൈഡിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലാണ് കേട്ടോ. അപ്പോൾ താഴെ കൊടുത്ത പോലെ തന്നെ സിറ്റിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നന്നായിട്ട് സ്പേസ് ഉള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ സ്റ്റെയർ കേസ് കയറി ഉടനെ തന്നെ 2 സൈഡിലായിട്ട് നമ്മുടെ ഓപ്പൺ ടെറസാണ് വരുന്നത്. അവിടെ തന്നെ വാഷിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ മുമ്പ് ഞാൻ കണ്ടതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് തുറന്നിട്ടില്ല. അപ്പോൾ 2 സൈഡിലും ഓപ്പൺ ഏരിയ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നേരെ ഇവിടെയും 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴോട്ട് നല്ല വ്യൂ ഉണ്ട്. അതാണ് ഈ ഡൈനിങ്ങിൻ്റെ ഏരിയൻ്റെ നേരെ മുകളിലായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്നാക്കും ചായയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഇനി ഉള്ളത് നേരെ മുകളിലത്തെ നിലയത്തെ സിറ്റ് ഔട്ടും കാര്യങ്ങളും ബാൽക്കണിയൊക്കെയാണ് കേട്ടോ. അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂം കൂടിയുണ്ട്. കോമൺ ആയിട്ടൊരു ബാത്റൂമും കൂടിയുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നാൽ തന്നെ പുറത്തെ കാഴ്ചകൾ നന്നായിട്ട് കാണാമല്ലേ. അപ്പുറത്തെ വീടുകളും മരങ്ങളും ഒക്കെ. അപ്പോൾ തന്നെ നല്ല ഒരു ഫീലാണ്. ഇനി ഇവിടുത്തെ ഒരു ബെഡ്റൂം ഉണ്ട് എന്ന് പറഞ്ഞു. ആ ബെഡ്റൂമാണത്. അപ്പോൾ ഇവിടെ മുകളിൽ ആരും കിടക്കുന്നില്ല. ഗസ്റ്റൊക്കെ വന്നാൽ ആവശ്യം വരത്തുള്ളൂ. അപ്പം
ഈ ഒരു ബെഡ്റൂമിൽ ഇതാ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ ബാത്റൂമില്ല, കോമൺ ആയിട്ട് ഹാളിലാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അതാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതാ നേരെ ഇനി ബാൽക്കണിയിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ വ്യൂയും കൂടി കാണാം. അതിനുശേഷം നമുക്ക് അടിപൊളിയായിട്ടുള്ള കിച്ചണും കൂടി കണ്ടിട്ട് വരാം. ഇവിടെയും അത്യാവശ്യം നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലീസ് ഒത്തിരിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ട് കേട്ടോ, വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ. അപ്പോൾ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയുള്ള ഏരിയ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ മണ്ണിലൊന്നും കളിക്കേണ്ട ആവശ്യമൊന്നും കുട്ടികൾക്കില്ല. അപ്പോൾ പിന്നെ മുകളിൽ നിന്നാൽ തന്നെ നമ്മളെ മെയിൻ ഗേറ്റ് വരെ നന്നായിട്ട് വ്യൂവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വീടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇത്രയേ ഉള്ളൂ ഉൾവശത്തെ ഭംഗിയും കാര്യങ്ങളും. ഇനി പോണത് നമ്മളെ കിച്ചണിലേക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയ ആ ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് 4 സീറ്റിൻ്റെ. അതുപോലെ തന്നെ കിച്ചണിൽ ഇതുപോലെ മിക്സി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കബോർഡ്സും മുകളിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചം നന്നായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ ഒരു അടുക്കളയുടെ പ്രത്യേകത. പിന്നെ ചിമ്മിനി ഇലക്ട്രിക് ചിമ്മിനിയാണ്. ഓവണ് ഇതുപോലെ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കാണാൻ നല്ല ക്യൂട്ടാണ് എല്ലാ കോർണറും കേട്ടോ. പിന്നെ 3 ബർണറാണ്. അപ്പോൾ ഇലക്ട്രിക് അടുപ്പുണ്ട്. എല്ലാം കൊണ്ടും ഒരു ക്യൂട്ടായിട്ടുള്ള, എന്നാൽ വലിയ സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല അടുക്കളക്ക്. ഉള്ളതെല്ലാം അടിപൊളിയായിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അടുക്കള തന്നെയാണ്. അപ്പോൾ കാണാനും ഭംഗിയുണ്ട്, നമുക്ക് വർക്ക് ചെയ്യാൻ അതിലേറെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റും. നന്നായിട്ട് വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടുക്കള തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാമിലി നല്ല ക്ലീനായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് ഈ ഒരു വീടും കിച്ചണും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ ആ വീഡിയോ എടുത്തിട്ടില്ല. അവിടെ സാധാ ഒരു അടുപ്പും ചെറിയൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്, പാത്രങ്ങൾ വെക്കാൻ. അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂമും ഉണ്ട് പുറത്തേക്കായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ അടുക്കളയുടെ ഹോം ടൂറും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതാ വീടിൻ്റെ പുറത്തെ വ്യൂ ഇത്രയാണ്. അപ്പോൾ വീടും ഉൾവശവും പുറകുവശവും എല്ലാം ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ എൻ്റെ കുക്കറി ചാനലായിട്ട് വീണ്ടും വരും. അതുവരെയും സൈനിങ് ഔട്ട്. ബൈ ബൈ.